want to be. नरेंद्र मोदी जी पूरा हिंदू समाज नहीं है. नहीं. The symbol of the Communist Party. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശത്തിന്റെ പേരിൽ മോദി രാഹുൽ പോര് വീണ്ടും ശക്തമാവുകയാണ്. ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർക്ക് വെറുപ്പ് പറയുന്നു എന്ന് നിങ്ങൾ ഹിന്ദു അല്ല, ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടത്തുന്നു എന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ സഭയിലെ പരാമർശത്തിലേക്കാണ് ഭരണപക്ഷം ബഹളം വെച്ചത്. ഇതോടെ രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ട നരേന്ദ്രമോദി ഹിന്ദുക്കളെ അക്രമികളെന്ന് വിളിച്ചത് ഗൗരവതരമെന്ന് തിരിച്ചടിച്ചു. ഞാൻ ഹിന്ദുക്കളെയല്ല, നരേന്ദ്രമോദിയും BJPയുമാണ് വിമർശിച്ചതെന്നും ഹിന്ദു എന്നാൽ BJP അല്ലെന്നും രാഹുൽ മറുപടി നൽകി. ഇതോടെ രാഹുൽ സഭാ നിയമം ലംഘിക്കുന്നു എന്ന് ഇടപെട്ട് അമിത്ഷായും പറഞ്ഞു. രാഹുൽ നിയമപ്രകാരം സംസാരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർളയും വ്യക്തമാക്കി. രാഹുലിന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ BJPയുടെ ആശയങ്ങൾ പ്രതിരോധിച്ചു, ഭരണഘടനയ്ക്കെതിരായ അക്രമത്തെ ചെറുത്തു. ഇപ്പോഴും ഇത്തരം ആശയങ്ങളെ എതിർത്ത് പലരും ജയിലിലാണ്. ചിലർ പുറത്തിറങ്ങി. ജനങ്ങളും ഞാനും ആക്രമിക്കപ്പെട്ടു. സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം, പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരവുമാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത്. തന്റെ പാർലമെന്റ് അംഗത്വം പോലും റദ്ദാക്കപ്പെട്ടു. 24 മണിക്കൂറും ആക്രമിക്കപ്പെടുന്നു. 55 മണിക്കൂർ ED എന്നെ ചോദ്യം ചെയ്തു. അത് ഞാൻ ആസ്വദിച്ചു. പ്രസംഗത്തിൽ ശിവന്റെ ചിത്രം രാഹുൽ ഉയർത്തിക്കാട്ടി. ഇതോടെ സ്പീക്കർ ഇടപെട്ടു. ചിത്രം കാണിക്കാനില്ലേ എന്നും രാഹുൽ ചോദിച്ചു. നേരിടുന്ന ഒന്നിനെയും ഭയക്കരുത് എന്നാണ് ശിവന്റെ ചിത്രം നൽകുന്ന സന്ദേശം. പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. അധികാരത്തെക്കാൾ ശക്തി ഉണ്ട് ഇതിന്. ശിവനൊപ്പമുള്ള തൃശൂലം സമാധാനത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ശിവന്റെ പിറകിലാണ് തൃശൂലമുള്ളത്. അഹിംസയുടെ പ്രതീകം കൂടിയാണ് ശിവന്റെ ചിത്രത്തിലുള്ളത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ശിവന്റെ അഭയമുദ്രയായാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്നും രാഹുൽ പറഞ്ഞു. പ്രസംഗത്തിൽ ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള പ്രധാനമന്ത്രിയാണെന്നും മോദിയെ പരിഹസിച്ചു. ഗാന്ധിജിയെ ഉയർത്തി എഴുന്നേൽപ്പിച്ചത് ഒരു സിനിമയാണെന്നാണ് മോദി പറഞ്ഞത്. ഇതിനേക്കാൾ അജ്ഞാതയുണ്ടോ എന്നാണ് രാഹുൽ ചോദിച്ചത്. ഈ രാജ്യം അഹിംസയുടേതും ഭയത്തിന്റേതുമല്ല. ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ സദാസമയം വെറുപ്പ് പറയുന്നു. നിങ്ങൾ ഹിന്ദുവല്ലെന്നും സത്യത്തിനൊപ്പമുള്ളവരാണ് ഹിന്ദു എന്നും മോദിയോടും BJPയോടും രാഹുൽ ഗാന്ധി പറഞ്ഞു. നരേന്ദ്രമോദി ഹിന്ദു സമവാജം മുഴുവനല്ല. BJPയും RSSും മുഴുവൻ ഹിന്ദു സമാജമല്ല. ഈ രാജ്യത്ത് എത്രത്തോളം ഭയം നിങ്ങൾ നിറച്ചു. അയോധ്യയിൽ ക്ഷേത്ര ഉദ്ഘാടനം നടക്കുമ്പോൾ അംബാനിയും അദാനിയും ഉണ്ട്, എന്നാൽ അയോധ്യവാസികൾ ഉണ്ടായിരുന്നില്ല. ഉദ്ഘാടന ദിവസം അവിടുത്തെ സാധാരണക്കാരെയും കൃഷിക്കാരെയും അവിടത്തേക്ക് പോലും പോകാൻ അനുവദിച്ചില്ല. മോദി അയോധ്യയിൽ മത്സരിക്കാനാണോ എന്ന് 2 തവണ പരിശോധിച്ചു. സർവേ നടത്തിയവർ വേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് വാരണാസിയിൽ മത്സരിച്ച് രക്ഷപ്പെട്ടത്. രാവിലെ തന്നെ കണ്ടപ്പോൾ രാജ്നാഥ് സിംഗ് ചിരിച്ചു, മോദി ചിരിച്ചില്ല. അഗ്നിവീർ പദ്ധതിയിൽ സൈന്യത്തിൽ ചേർന്ന യുവാവ് വീര്യമൃത്യു വരിച്ചു. എന്നാൽ വീര്യമൃത്യു എന്ന് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നും രാഹുൽ പറഞ്ഞു. അഗ്നിവീർ പദ്ധതി നിങ്ങൾക്ക് മികച്ചതാകും, എന്നാൽ തങ്ങൾ റദ്ദാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ സംസ്ഥാനം പോലുമില്ല, അവിടെ കലാപവുമില്ല എന്നാണ് പ്രധാനമന്ത്രി കരുതുന്നത്. ഇത് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ തന്റെ പ്രസംഗങ്ങളിലെ ചില ഭാഗങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. ഇതോടെ പ്രതിപക്ഷവും മോദി സർക്കാരും തമ്മിലുള്ള വാക്കുതർക്കവും ഉടലെടുത്തു. ഇനി അങ്ങോട്ട് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോര് കടുക്കുമെന്നതിൽ സംശയമില്ല.